ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മോച്ചൂട്ടനും അന്നമോൾക്കും ക്ലാസ് ഉള്ള ഒരു ദിവസമാണ് കേട്ടോ. മോച്ചൂട്ടനാണെങ്കിൽ 7:45 വണ്ടി വരും. ഇപ്പോൾ സമയം 6:45. ഇനിയിപ്പോൾ അവനെ എഴുന്നേൽപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് റെഡിയൊക്കെ ആക്കണം കേട്ടോ. അന്നമോളാണെങ്കിൽ ഇതേ ഇവിടെ കിടന്ന് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ആളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ മോച്ചൂട്ടൻ്റെ ബാഗൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഉച്ചവരെ ഉള്ളൂ, 12:30 വരെ. അപ്പോൾ അവന് ബാഗ് കൊണ്ടുപോകണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട. പക്ഷെ അവന് ബാഗൊക്കെ എല്ലാവരെയും കാണിക്കണം എന്ന് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് സ്നാക്സും പിന്നെ ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്ത് ബാഗിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മോച്ചൂട്ടൻ്റെ ബാഗ്. അവന് സ്പൈഡർമാൻ്റെ ബാഗ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. മോച്ചുന് പോകുമ്പോൾ കഴിക്കാൻ വേണ്ടി ഗോതമ്പ് ദോശയൊക്കെ അമ്മ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മോച്ചുന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗോതമ്പ് ദോശയൊക്കെ. അങ്ങനെ അവന് പല്ല് തേക്കാൻ വേണ്ടി ഇതേ ഞാൻ ബ്രഷിൽ പേസ്റ്റ് ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആളെന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കൽ വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. അമ്മ പോയി പതുക്കെ തോണ്ടി വിളിക്കണൊക്കെ ഉണ്ട്. ഇന്നലെ പറഞ്ഞു ഞാൻ വിളിച്ച അപ്പം തന്നെ എഴുന്നേക്കും എന്നൊക്കെ. അമ്മ പതുക്കെ അവനെ വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവനെ കൊണ്ടുപോയി നേരെ പല്ലേപ്പിച്ച് കുളിപ്പിച്ച് ഒക്കെ കൊണ്ടുവരണേ. ഇന്നലെ ഞാൻ അവനിടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഷർട്ട് ഒന്ന് തേക്കണം. ജസ്റ്റ് ചെറിയൊരു ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി അതൊന്ന് തേച്ച് വെക്കണമെന്ന്. അങ്ങനെ ഞാൻ മുകളിലേക്ക് വന്നു, ഡ്രസ്സൊക്കെ തേക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഷർട്ട് മാത്രമേ തേക്കുന്നുള്ളൂ, അതിനാണ് കുറച്ച് ചുളിവൊക്കെ ഉള്ളത്. വലിയ സംഭവമായിട്ടുള്ള ഒരു തേപ്പും കാര്യങ്ങളൊന്നും നടക്കണമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ചുളിവ് മാത്രം കളയണുള്ളൂ കേട്ടോ. അവിടെ എന്തായാലും കുളിയും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒച്ചയൊക്കെ എനിക്ക് ഇവിടെ നിന്നാണ് കേൾക്കാം കേട്ടോ. അങ്ങനെ മോച്ചൂട്ടൻ കുളിയും പല്ലേപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അമ്മ അവനെ നിക്കർ ഇടിയിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഷർട്ടൊക്കെ ഇടിയിപ്പിച്ച് കൊടുക്കണം. അപ്പോഴേക്കും അമ്മ ഫുഡൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഷർട്ടിൻ്റെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവിടെ ചെന്ന് കഴിയുമ്പോൾ കുസൃതി ഒന്നും കാണിക്കരുത്, ഓടിക്കളിക്കൊന്നും ചെയ്യരുത്, വലിയ കൊച്ചായി അടങ്ങിയൊക്കെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടേ. മോച്ചൂട്ടൻ ദേ ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വാരി കൊടുത്താലാണ് ആശാൻ കഴിക്കുള്ളൂ. സ്കൂളിൽ ചെല്ലുമ്പോൾ തന്നെ കഴിച്ചോളൂ കേട്ടോ. പക്ഷെ രാവിലെ സമയത്ത് നമ്മൾ വാരി തന്നെ കൊടുക്കണം. അപ്പം അമ്മ പാലൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഗോതമ്പ് ദോശയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പം അതും കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് ആദ്യമായിട്ട് പോകുന്നതല്ലേ, അപ്പം എന്തായാലും പ്രാർത്ഥിച്ച് വിടാമെന്നൊക്കെ വിചാരിച്ചിട്ട് മോച്ചുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പക്ഷെ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. പല ഭാഗത്തേക്ക് നോക്കിയാണ് നിൽക്കുന്നത്. അപ്പം എന്തായാലും സമയം കളയാതെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്നമോളാണെങ്കിൽ എഴുന്നേറ്റിട്ടില്ല, നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു വിളിക്കണ്ട, ഇവൻ പോയതിന് ശേഷം വിളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനും മോച്ചും കൂടി വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. സമയമായിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കണേ. പിന്നെ വേഗം ഒന്ന് മോച്ചുൻ്റെ ഷൂസൊക്കെ ഒന്ന് തുടച്ച് വെച്ചു കേട്ടോ. മോച്ചുവിന് ഈ ഷൂസ് ഇട്ടാൽ മതി. ഇപ്പം ഇതിപ്പോൾ നമ്മൾ കാഷ്വലായിട്ട് ഇടിയിക്കുന്ന ഷൂ ആട്ടോ. ഇനിയിപ്പോൾ നാളെ തൊട്ടാണ് ഇവന് യൂണിഫോമൊക്കെ ഇടേണ്ടത്. അപ്പം ജസ്റ്റ് ഞങ്ങളിങ്ങ് പോയി പുറത്തൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾ വളരെ നേരത്തെ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മോച്ചൂട്ടിന് സൂര്യന്റെ ഉമ്മയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദേ മോച്ചു വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അപ്പോഴേക്കും അമ്മയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദേ ഇതാണ് മോച്ചൂട്ടന്റെ ബസ് സ്റ്റോപ്പ്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ. ദേ വീണ്ടും പാവയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, ദേ കുഞ്ഞ് പാവയ്ക്ക് കിടക്കണുണ്ടോ. അങ്ങനെ ബസ്സിന്റെ ശബ്ദമൊക്കെ കേട്ടു തുടങ്ങിട്ടോ. ഇതാണ് ഫസ്റ്റത്തെ സ്റ്റോപ്പ്. അപ്പം മോച്ചു ഭയങ്കര ആകാംക്ഷയോടുകൂടെ നോക്കാണ് കേട്ടോ. അങ്ങനെ മോച്ചുവിൻ്റെ ബസ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ കട്ടിങ്ങിലൊക്കെ പോയി കുറേ പിള്ളേരെയൊക്കെ കൂട്ടിക്കൊണ്ട് വീണ്ടും ഇത് തിരിച്ച് പോട്ടോ. ഒരു 8:20 ആകുമ്പോഴാണ് ഇത് തിരിച്ചു പോണത്. അങ്ങനെ മോച്ചൂട്ടം പോയിട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ചേട്ടായിയുടെ കൃഷി സ്ഥലത്ത് ദേ ഇവിടെ കുറേ അച്ചിങ്ങ പയറുണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. കുറേ ഉണ്ടായിട്ടുണ്ട്. ഇത് ഉണ്ടാവാൻ കുറച്ച് വൈകിയെങ്കിലും ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ചേട്ടായിക്ക് കൃഷിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവൻ നട്ടുപിടിപ്പിച്ച് ഉണ്ടാക്കിയെടുത്തതാട്ടോ ഇതൊക്കെ. ഇത് കണ്ടോ, കറ്റാർവാഴ നിൽക്കണ കണ്ടോ. നമ്മൾ നമ്മുടെ ഹെയർ ഓയിലിന് വേണ്ടി യൂസ് ചെയ്യണത് ഇവിടുത്തെ കറ്റാർവാഴ തന്നെയാണ് കേട്ടോ. അപ്പം ഇതാണ് മേളത്തെ ഒരു വ്യൂ. ഇവിടെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ അവൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ അവൻ തന്നെയാട്ടോ പരിപാലിക്കണ. വളമൊക്കെ ഇടുന്നത് അവൻ തന്നെയാണ്. മോച്ചൂട്ടൻ പോയല്ലോ. ഇനിയിപ്പോൾ അന്നമോളുടെ ബാഗൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ അവളുടെ ഒരു നിക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്നാക്സ് ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ലേറ്റും ബുക്കും ബോക്സും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം കുപ്പി നമ്മൾ ഉള്ളിൽ വെക്കാറില്ല, അത് കയ്യിൽ പിടിച്ചുകൊണ്ടാട്ടോ പോവാറ്. അപ്പോഴേക്കും അന്നമോൾ ഒന്ന് പതിയെ എഴുന്നേറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പിന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. ഇനി എല്ലാം പെട്ടെന്നായിരിക്കും കേട്ടോ നടക്കണേ. അങ്ങനെ കുറച്ച് നേരം അമ്മ തോളത്തൊക്കെ ഇട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച്
കുറച്ച് നേരം ഇങ്ങനെയൊക്കെ കിടക്കും. അത് കഴിഞ്ഞിട്ട് പാലൊക്കെ കുടിച്ച് കഴിയുമ്പോഴാട്ടോ ആളൊന്ന് ശരിക്കിനൊന്ന് ഉണർവൊക്കെ ആവണത്. അപ്പോഴേക്കും എനിക്ക് മടക്കാൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അന്നമോള് ഇന്നലെ എൻ്റെ കൂടെ കട്ടിലാണ് കിടന്ന്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവള് ഉരുണ്ട് വരണ്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ പായ വിരിച്ച് നിലത്ത് കിടന്നതാണ് കേട്ടോ. അപ്പം മിക്കപ്പോഴും നിലത്താണ് കിടക്കാറ്. അവള് നിലത്ത് കിടന്നാലാണ് ശരിക്കും ഉറങ്ങുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അവളെ നിലത്ത് കിടത്തുന്നത്. അപ്പം അതൊക്കെ ഒരുക്കി കഴിഞ്ഞപ്പോൾ അമ്മ അന്നമോളുടെ മുടിയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ തല കുളിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം എന്തായാലും തല കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പതുക്കെ എണ്ണയൊക്കെ തേച്ച് കൊടുക്കണ്ട കേട്ടോ. ഒരു കണക്കിനാട്ടോ തലയൊക്കെ ഒന്ന് കുളിപ്പിച്ചത്. മിഠായിയൊക്കെ കൊടുത്തതിന് ശേഷമാണ് അവള് തല കുളിക്കാൻ ഒന്ന് റെഡി ചെയ്തിട്ടോ. അമ്മ തലയിൽ ക്ലിപ്പൊക്കെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ തലയിൽ കറക്റ്റ് ആയിട്ട് ഉണ്ടാവാറുള്ളൂ. പക്ഷെ ടീച്ചർ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ കുറച്ചു നേരം സൈക്കിളൊക്കെ ചവിട്ടി നിന്നു. പപ്പ വരാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. അപ്പോഴേക്കും പപ്പയൊക്കെ വന്നു. അവള് വേഗം ചാടി എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ട് ഇറങ്ങുന്നുണ്ടേ. അപ്പൊ ഇനിയിപ്പോ അന്നമോള് വരുമ്പോഴേക്കും 3 മണിയൊക്കെ ആവും. അപ്പൊ എന്തായാലും അവള് പോട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും ടാറ്റാ.